2023 പൊളിറ്റിക്കൽ സയൻസ് കോംപ്ലിമെന്ററി പേപ്പറിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 2023 സോൾവ് ചെയ്യുകയായിരുന്നു. അതിന്റെ പാർട്ട് 3 വീഡിയോ അതിൽ 20 മുതലുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് 20. വാട്ട് ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? മന്ത്രിസഭയുടെ ഒക്കെ കൂട്ടുത്തരവാദിത്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. അതായത് മന്ത്രിസഭാ സമിതി കൂട്ടായി തന്നെ ലോക്സഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കും മന്ത്രിസഭാ സമിതി ഒറ്റയ്ക്കും കൂട്ടായും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ കൂട്ടായുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് all ministers are accountable for the government's policies and decisions. ഗവൺമെന്റ് എന്ത് തീരുമാനം എടുത്താലും, എന്ത് ഡിസിഷൻ എടുത്താലും, എന്ത് നയം കൊണ്ടുവന്നാലും അതിന് ഓരോ മന്ത്രിയും അല്ല എല്ലാ മന്ത്രിമാരും ഒറ്റയ്ക്കും കൂട്ടായും ഉത്തരവാദികളാണ്. കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. എനിക്കതുമായി ബന്ധമില്ല എന്ന ഒരു മന്ത്രിക്കും പറഞ്ഞൊഴിയാൻ സാധിക്കില്ല എന്നർത്ഥം. ഇനി അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന പോയിന്റ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന ആശയമാണ് ചോദ്യം. ആക്ച്വലി ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഡിസ്ട്രോയിഡ് അവർ യൂണിറ്റി ഫോർ പെർമനന്റ്ലി. കമന്റ്. ഈ നമ്മുടെ ഇന്ത്യയുടെ ആ ഐക്യത്തെ, അഖണ്ഡതയെ സർവ്വകാലത്തേക്കും നശിപ്പിച്ചു കളഞ്ഞു ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഭിന്നിപ്പിച്ചത് ഭരിക്കുക എന്ന നയം. ഇതാണ് ചോദ്യം. സോ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫൺ അട്രിബ്യൂട്ടഡ് ടു ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. പലപ്പോഴും ഇത് ബ്രിട്ടീഷ് കോളനി ഭരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഇറ്റ് refers to the strategy of creating divisions within a population to maintain control. അതായത് ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിങ്ങൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുസ്ലിം മതം അല്ലെങ്കിൽ ഹിന്ദു മതം, ആ മതത്തിന്റെ പേരിൽ അവരെ ഭിന്നിപ്പിക്കുകയും എന്നിട്ട് ഒരു വിഭാഗത്തിൽ കയ്യിലെടുക്കാനുള്ള തന്ത്രവുമായിട്ടാണ് മിക്കപ്പോഴും ഇത് ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ്. ദിസ് പോളിസി ക്യാൻ ഇൻഡീഡ് ഹാവ് long lasting effects on the unity and social cohesion in India. ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യത്തിലും സാമൂഹികമായിട്ടുള്ള യോജിപ്പ്, കൊഹഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ബന്ധത്തിന്റെ ചേർച്ചയുടെ ആഴമാണ്. അതിലൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയി ഇഫക്റ്റ് ഉണ്ടാക്കി എന്ന് പറയാം. സോ കമന്റിങ് ഓൺ ഇറ്റ്സ് ഇമ്പാക്ട് വുഡ് റിക്വയർ ഡിസ്കസിങ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതിന്റെ ഇമ്പാക്റ്റിനെ ചർച്ച ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിഭജനത്തിന് മുൻപ് പലതവണ അവർ, അതായത് ബംഗാളിൽ മതത്തിന്റെ പേരിൽ ഉള്ള ബംഗാളിന്റെ പാർട്ടീഷൻ മുതൽ അതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും. അത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ പാക് വിഭജനവും അതിനുശേഷമുണ്ടായ മതലഹളകളും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം കൂടിയാണ്. ഇനി നമുക്ക് പാർട്ട് സിയില ലോങ് ആൻസർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. ഡിസ്കസ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തനത് സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോംപ്രഹെൻസീവ് ആൻഡ് ഇൻട്രിക്കേറ്റഡ് ഡോക്യുമെന്റ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതുകയാണ്. അത് വളരെ സമഗ്രവും എന്നാൽ അതിസങ്കീർണവുമായിട്ടുള്ള ഒരു രേഖയാണ്, ഡോക്യുമെന്റ്. ദാറ്റ് ഔട്ട്ലൈൻസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. മൗലിക തത്വങ്ങൾ പറയുന്നുണ്ട്, സ്ട്രക്ചേഴ്സ് ഘടന പറയുന്നുണ്ട്, ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഗവർണൻസ് ഓഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഭരണപ്രകാരം വേണം, അതിൻ്റെ നടപടിക്രമങ്ങളെയും അതിൻ്റെ ആ സംവിധാനത്തെയും രൂപഘടനയെയും കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ആധികാരിക രേഖയാണ്, ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഭരണഘടന സ്വീകരിച്ചത് അഡോപ്റ്റഡ് ഓൺ November 26, 1949, 1949 നവംബർ 26. ഇറ്റ് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് ദ കൺട്രീസ് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്. രാജ്യത്തിന്റെ ജനാധിപത്യ ചട്ടക്കൂടിന്റെ ആണിക്കല്ലോ അല്ലെങ്കിൽ മൂലക്കല്ലോ ആണ് ഭരണഘടന എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് രാജ്യത്തെ ജനാധിപത്യ ചട്ടക്കൂടിന്റെ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിന്റെ ആണിക്കല്ലോ മൂലക്കല്ലോ ആണ്, കോർണർ സ്റ്റോൺ ആണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നർത്ഥം. എൻഷൈനിങ് ദ വാല്യൂസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റർണിറ്റി. അതായത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ സാഹോദര്യം, ഇങ്ങനെയുള്ള വാല്യൂസ്, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, എൻഷ്രൈൻ ചെയ്യുന്നു ഇന്ത്യയുടെ ഭരണഘടന. ദിസ് എസ്സേ എയിംസ് ടു ഡിസ്കസ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ എസ്സേ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ തനത് സവിശേഷതകൾ പറയുകയാണ്. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അതിന്റെ ആ തനതായ സവിശേഷതകളും പ്രാധാന്യവും ഉയർത്തിപ്പറയുകയാണ്, എടുത്തു പറയുകയാണ്, ഹൈലൈറ്റ് ചെയ്യുകയാണ് ഇത്. അതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്നേവരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ നീളം കൂടിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്ലോബലി.
ലോകവ്യാപകമായി തന്നെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയോളം വലിയപ്പമുള്ള മറ്റൊരു ഭരണഘടന ഇല്ല. കംപ്രൈസിംഗ് 448 ആർട്ടിക്കിൾസ്, 448 ആർട്ടിക്കിളുകൾ, 12 ഷെഡ്യൂൾസ്, 12 ഷെഡ്യൂളുകൾ, ആൻഡ് 5 അപ്പൻഡിസസ്, അതുപോലെ തന്നെ 5 അനുബന്ധ ഭാഗങ്ങൾ. ദിസ് എക്സോസ്റ്റീവ് ഡോക്യുമെന്റ്, ഈ വിപുലമായ രേഖ, പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഫ്രെയിംവർക്ക് ഫോർ ഗവേണൻസ്, ഭരണത്തിന് വേണ്ടിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു ചട്ടക്കൂട് പ്രദാനം ചെയ്യും. എൻഷുറിംഗ് ക്ലാരിറ്റി ആൻഡ് precision in the functioning of government institutions, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു കൃത്യതയും അതുപോലെ തന്നെ വ്യക്തതയും ഒക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് ഈ ഇത്രയും ദൈർഘ്യമേറിയ ഭരണഘടന. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, നമ്മൾ പോയിന്റ് നമ്പർ 1 ആയിട്ട് എഴുതേണ്ടത് ലോങ്ങസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ എഴുതുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഫെഡറൽ സിസ്റ്റം ഒപ്പം തന്നെ യൂണിറ്ററി ബയാസ് ഉണ്ട് താൻ. ഇതാണ് അർത്ഥം. ഏകസമാന സ്വഭാവം ഉണ്ട് താനും, എന്നാൽ കേന്ദ്രം സംസ്ഥാനം എന്നിങ്ങനെയുള്ള വിഭജനങ്ങൾ ഉണ്ട് താനും. ഫെഡറൽ സിസ്റ്റമാണ് നമ്മുടെ. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ അധികാരങ്ങളുടെ വിഭജനം ഉണ്ട്. വിത്ത് എ ടിൽറ്റ് ടുവേർഡ്സ് സെന്റർ. എന്നാൽ അല്പം ചായ്വ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ അല്പം മുൻകൈ ആർക്കാണ്? കേന്ദ്രത്തിനാണ്. ദിസ് യൂണിക് ബ്ലെൻഡ് ഓഫ് ഫെഡറലിസം, ഫെഡറലിസത്തിന്റെ ഈ യൂണിക് ആയിട്ടുള്ള ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ പരസ്പര ചേരുവയാണ്, അല്ലെ, ചേർച്ചയാണ് ഇത്. അതുപോലെ തന്നെ യൂണിറ്ററിയനിസം enables the country to maintain unity. യൂണിറ്ററിസം എല്ലാം രാജ്യത്തിന് യൂണിറ്റി, ഐക്യം പ്രദാനം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡത ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. വൈൽ റെസ്പെക്ടിങ് റീജിയണൽ ഡൈവേഴ്സിറ്റി, ഒപ്പം തന്നെ പ്രാദേശികമായ വൈവിധ്യങ്ങളെ അത് മാനിക്കുകയും ചെയ്യുന്നു. 23ാമത്തെ, അത് ലോങ്ങസ്റ്റ് തന്നെയാണ്. ഐഡന്റിഫൈ ദ നോൺ ഫെഡറൽ ഓർ യൂണിറ്ററി ഫീച്ചർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു നോൺ ഫെഡറൽ ചിന്താഗതിയാണുള്ളത്. അതൊരു യൂണിറ്ററി നേച്ചർ അതിനുണ്ട്. ഇതേക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഐഡന്റിഫൈ ദ നോൺ ഫെഡറൽ ഓർ യൂണിറ്ററി ഫീച്ചർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നോൺ ഫെഡറൽ ഓർ യൂണിറ്ററി ഫീച്ചർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ യൂണിക് ബ്ലെൻഡ് ഓഫ് ഫെഡറലിസം ആൻഡ് യൂണിറ്ററിസം. ഒരു വശത്ത് ഫെഡറലിസം, മറുവശത്ത് യൂണിറ്ററിസം. ഇതിന്റെ രണ്ടിന്റെയും, ഈ യൂണിറ്ററിസത്തിന്റെയും ഫെഡറലിസത്തിന്റെയും ഒരു തനിമയാർന്ന ഒരു ബ്ലെൻഡ് അഥവാ ചേരുവയാണ് നമ്മുടെ നാട്ടിൽ വേറെ ലോകത്തൊരിടത്ത് കണ്ടെത്താൻ കഴിയില്ല. അതാണ് യൂണിക്കാണെന്ന് പറയും. വിത്ത് എ സിസ്റ്റം ഓഫ് ഗവർണൻസ് ദാറ്റ് കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് ബോത്ത്. രണ്ടിന്റെയും ഘടകങ്ങളെ പരസ്പരം കമ്പൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ. വൈൽ അതേസമയം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സെവറൽ ഫെഡറൽ ഫീച്ചേഴ്സ്. ഭരണഘടനയ്ക്ക് പല ഫെഡറൽ സവിശേഷതകളുണ്ട്. സച്ച് ആസ് എ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ അധികാരത്തിന്റെ വിഭജനമുണ്ട്. ഇറ്റ് ഓൾസോ ഹാസ് സം നോൺ ഫെഡറൽ ഓർ യൂണിറ്ററി ഫീച്ചേഴ്സ്. അതിന് ചില നോൺ ഫെഡറൽ അല്ലെങ്കിൽ യൂണിറ്ററി സ്വഭാവ സവിശേഷതകളുണ്ട്. ഗിവ് സെൻട്രൽ ഗവൺമെന്റ് സിഗ്നിഫിക്കന്റ് അതോറിറ്റി ആൻഡ് കൺട്രോൾ. അതായത് കേന്ദ്ര ഗവൺമെന്റിന് കാര്യമായ അധികാരവും നിയന്ത്രണ സാധ്യതയും നൽകുന്നുമുണ്ട്. ദിസ് എസ്സേ എയിംസ് ടു ഐഡന്റിഫൈ ആൻഡ് ഡിസ്കസ് ദ നോൺ ഫെഡറൽ ഓർ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഈ എസ്സേ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ യൂണിറ്ററി ഫീച്ചേഴ്സിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്താണ്. ഒന്ന്, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഒരു വശത്ത് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഗവൺമെന്റുകൾ ഭരിക്കുന്നുണ്ടെങ്കിലും 2 പൗരത്വമില്ല നമ്മുടെ നാട്ടിൽ, ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. വൺ ഓഫ് ദ കീ നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ പ്രൊവിഷൻ ഓഫ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഏക പൗരത്വം എന്ന ആശയമാണ്. അതായത് നമ്മുടെ നോൺ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രമുഖ സവിശേഷതകളിൽ ഒന്നുകൂടിയാണിത്. എന്തോന്ന്? അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണത്. അൺലൈക്ക് സം ഫെഡറൽ കൺട്രീസ് that provide dual citizenship. ചില രാജ്യങ്ങളിലുണ്ട് ഇരട്ട പൗരത്വം നൽകുന്നത്. പക്ഷെ അതിൽ നിന്ന് അങ്ങ് വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യം. ഇവിടെ ഒറ്റ പൗരത്വമുള്ളൂ. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വേറെ പൗരത്വമില്ല. ഇന്ത്യ ഹാസ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫോർ ദ എൻറ്റയർ കൺട്രി. രാജ്യത്തിന് ആകമാനം ഒറ്റ പൗരത്വമേ ഉള്ളൂ. ദിസ് മീൻസ് ദാറ്റ്, ഇതിന്റെ അർത്ഥം ഇതാണ്, സിറ്റിസൺസ് ഹാവ് ദ സെയിം റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അക്രോസ് ഓൾ സ്റ്റേറ്റ്സ്. പൗരന്മാർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ഉടനീളം ഒരേ അവകാശവും ഒരേ ഉത്തരവാദിത്വവും ഒക്കെ തന്നെയാണ്. പ്രൊമോട്ടിംഗ് നാഷണൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ. ഇത് മതിയല്ലോ രാജ്യത്തിന്റെ ഐക്യത്തിനും രാജ്യത്തിന്റെ കെട്ടുറപ്പിനും പ്രോത്സാഹനമായിട്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ജുഡീഷ്യറിയാണ്. അത് ഒരു ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. അതായത് സുപ്രീം കോർട്ട് കേന്ദ്രത്തിലാണെങ്കിൽ ഏറ്റവും മുകളിലെ കോടതിയാണെങ്കിൽ അതിന്റെ താഴെ ഹൈക്കോടതികളും അതിന്റെ താഴെ കീഴ്ക്കോടതികളും എല്ലാമുള്ള, എന്നാൽ ഇവയൊക്കെ ഒന്നൊന്നിനോട് വിധേയപ്പെട്ടതും അധികാരപ്പെട്ടതുമായ സംവിധാനങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ്
ഫോർ ആൻ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ഇത് സുപ്രീം കോർട്ട് അറ്റ് ദ അപെക്സ്. എന്നാൽ ഇതിന്റെ ഏറ്റവും മുകളിൽ കോടതി ഏതാണ്? അപെക്സ് കോർട്ട് ഏതാണ്? തലപ്പത്തുള്ള കോടതി ഏതാണ്? അത് സുപ്രീം കോർട്ടാണ്. ആൻഡ് ഹൈക്കോർട്ട്സ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. എന്നാൽ ഓരോ സംസ്ഥാനങ്ങളിൽ എന്തുണ്ട് താനും? ഹൈക്കോടതികളുണ്ട് താനും. ദിസ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം, അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിണക്കപ്പെട്ട ഒത്തൊരുമയുള്ള ഒരു സംവിധാനം, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എൻഷുവേഴ്സ് ദാറ്റ്, ഉറപ്പുവരുത്തുന്നത്, അതായത് ജുഡീഷ്യറി ഈസ് യൂണിഫൈഡ് ഇൻ ആൻഡ് ഹൈറാർക്കിക്കൽ. ഇവിടെ നീതിന്യായം എന്ന് പറയുന്നത് ജുഡീഷ്യറി ആണ്, യൂണിഫൈഡ് ആണ്, ഹൈറാർക്കിക്കൽ ആണ്, തട്ടുതട്ടായിട്ടുള്ള ഒരു സംവിധാനമാണ്. വിത്ത് സുപ്രീം കോർട്ട് at the apex having the final authority to interpret the constitution and laws. ഭരണഘടനയും നിയമങ്ങളും വ്യാഖ്യാനിക്കാനുള്ള അന്തിമ സ്ഥാപനമായിട്ട് സുപ്രീം കോർട്ട് ഉണ്ടെന്നുള്ളതാണ്. ഈ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ ഒരു ആശയം കൂടി നമുക്ക് പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മറ്റൊരു സംവിധാനമാണ് അടിയന്തരാവസ്ഥ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എമർജൻസി പ്രൊവിഷൻസ് ദാറ്റ് enables the central government to take control of the government. എന്നാൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എമർജൻസി പ്രൊവിഷൻസ് ഉണ്ടെന്നുള്ളത്. അതായത് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ സാധിക്കും. ഡ്യൂറിംഗ് ടൈംസ് ഓഫ് ക്രൈസിസ്, എപ്പോഴൊക്കെയാണത്? ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ, ഒരു വലിയ കലാപം ഉണ്ടാവുകയാണ്, ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധ കാലഘട്ടം ഉണ്ടാവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ദീസ് പ്രൊവിഷൻസ് സച്ച് ആസ് ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയാണ്. ദേശീയ അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നതിനാണ് 356 എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇതൊക്കെ ഗീവ് ദ സെൻട്രൽ ഗവൺമെന്റ് സിഗ്നിഫിക്കന്റ് അതോറിറ്റി. ഇതൊക്കെ പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ഗണ്യമായ അധികാരം നൽകുന്നത് എന്തിന്? ടു ഇന്റർവെയിൻ ഇൻ സ്റ്റേറ്റ് മാറ്റേഴ്സ്, ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അല്ലെ ഒരു വലിയ അധികാരം നൽകുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കേന്ദ്രത്തിന് വലിയ അധികാരങ്ങൾ നൽകുന്നത് കൂടിയാണ് ഈ എമർജൻസി പ്രൊവിഷൻസ്. അണ്ടർമൈനിങ് ദ ഫെഡറൽ നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ കേന്ദ്രം സംസ്ഥാനം എന്നിങ്ങനെയുള്ള ഫെഡറൽ സ്വഭാവത്തെ മാറ്റിവെക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ അധികാരമേ ഉണ്ടാവുകയുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ കേന്ദ്രത്തിന്റെ അധികാരത്തിനും പ്രവർത്തിക്കും നിയമങ്ങൾക്കും ഒക്കെയാണ് പ്രാധാന്യം. അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ്, ഗവർണർമാരുടെ നിയമനമാണ് ഈ യൂണിറ്ററി സ്വഭാവം അഥവാ ഫെഡറൽ അല്ലാത്ത മറ്റൊരു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത. അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ്. The Indian Constitution provides for the appointment of governors by the President. President ആണ് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. Who serves as the representative of the central government. President ആവട്ടെ സെൻട്രൽ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സർവ് ചെയ്യുന്നു in each state, ഓരോ സ്റ്റേറ്റിലും. This provision gives the central government, ഈ പ്രൊവിഷൻ സെൻട്രൽ ഗവൺമെന്റിന് ഒരു കാര്യം നൽകുന്നുണ്ട്, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളുടെ മേൽ ഗണ്യമായ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നു. പർട്ടിക്കുലർലി ഇൻ ടൈംസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഓർ ക്രൈസിസ്, രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയോ രാഷ്ട്രീയ പ്രതിസന്ധിയോ ഉള്ള കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും. പവേഴ്സ് ഓഫ് ദ സെന്റർ ടു ഗിവ് ഡയറക്ഷൻസ് ടു സ്റ്റേറ്റ്സ്, കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാനുള്ള പവറുണ്ട്. The Indian Constitution empowers the central government to give directions to the state. കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാനുള്ള ആ പവർ നൽകുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന. ഓൺ സർട്ടൻ മാറ്റേഴ്സ്, ചില പ്രത്യേക കാര്യങ്ങൾ, സച്ച് ആസ് നാഷണൽ ഹൈവേ പണിയുന്ന കാര്യത്തിൽ, റെയിൽവേയുടെ കാര്യത്തിൽ, ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, മറ്റ് ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഡയറക്ഷൻ കൊടുക്കാവുന്നതാണ്. ദിസ് പ്രൊവിഷൻ എനേബിൾസ് ദ സെൻട്രൽ ഗവൺമെന്റ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി. ഈ പ്രൊവിഷൻ കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനങ്ങളിലെ ഏകമാന സ്വഭാവം കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ആൻഡ് കോർഡിനേഷൻ അക്രോസ് ദ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളിലുടനീളം ഒരു ഏകോപനം കൊണ്ടുവരുന്നതിനും ഇതൊക്കെ സഹായിക്കുന്നു. നമ്മുടെ എസ്സേ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്? ഇൻ കൺക്ലൂഷൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. The Indian Constitution has several non-federal or unitary features. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പലതരത്തിലുള്ള നോൺ ഫെഡറൽ സ്വഭാവങ്ങളുണ്ട്, അഥവാ ഏകമാന സ്വഭാവം അഥവാ യൂണിറ്ററി ഫീച്ചേഴ്സ് ഉണ്ട്. That give the central government significant authority and control. അത് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ ഗണ്യമായിട്ടുള്ള അധികാരവും നിയന്ത്രണ വഴികളും നൽകുന്നു. These features such as സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഒറ്റ പൗരത്വം, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, കൂട്ടിയോജിപ്പിക്കപ്പെട്ട നീതിന്യായ സംവിധാനം, എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള വകുപ്പുകൾ, അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ്, ഗവർണർമാരുടെ നിയമനം, ആൻഡ് പവേഴ്സ് ഓഫ് ദ സെന്റർ ടു ഗിവ് ഡയറക്ഷൻസ് ടു സ്റ്റേറ്റ്, കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ടു ദ യൂണിറ്ററി ബേസിസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ യൂണിറ്ററി ബേസിസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. While these features are essential for maintaining national unity and stability,
ദേശീയ ഐക്യവും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിന് ഇത് അത്യാവശ്യമാണ്. ദേ ഓൾസോ ലിമിറ്റ് ദ ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ ഒരു പരിധിവരെ തടയുന്നുമുണ്ട് ഇത്. ആൻഡ് അണ്ടർമൈൻ ദ ഫെഡറൽ നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നോക്കുമ്പോൾ ഭരണഘടനയുടെ ആ ഫെഡറൽ സ്വഭാവത്തെ കുറച്ചൊക്കെ അത് മാറ്റിവെക്കുന്നുമുണ്ട്.